ഞാൻ പറഞ്ഞു വരുന്നത്, എന്തിനു വായിക്കണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം നമ്മൾ സ്വയം നവീകരിക്കപ്പെടാനും നമ്മുടെ ഉള്ളിനകത്ത് നമ്മുടെ ഹൃദയത്തിൽ നനവിനെ സാധ്യമാക്കാനും വായന കൂടിയേ തീരൂ എന്നുള്ളതുകൊണ്ടാണ്. എന്തെഴുതണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങളുടെ ചുറ്റിലും കാണുന്ന മനുഷ്യരെക്കുറിച്ച്, അവരുടെ പ്രശ്നങ്ങളെക്കുറിച്ച്, നമ്മൾ തന്നെ നേരിടുന്ന പ്രയാസങ്ങളെക്കുറിച്ച്, പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ അക്ഷരങ്ങളിലേക്ക് നിങ്ങളുടെ എഴുത്തിനെ മാറ്റിയാൽ നിങ്ങൾ മികച്ച എഴുത്തുകാർ ആയി മാറും എന്നതാണ്. ഒറ്റ കാര്യമാണ് ആവശ്യമുള്ളൂ, നിങ്ങൾ ഈ ചുറ്റുപാടുകളെ നന്നായി നിരീക്ഷിക്കുന്നവരായി മാറുക എന്നതാണ്. ഒരു കഥയായാലും കവിതയായാലും നമ്മുടെ വഴികളിലൊക്കെ ഇത് ഉണ്ടെന്നുള്ളതാണ്. നമ്മൾ നടന്നു പോകുന്ന വഴികളിൽ, നമ്മൾ തിരിഞ്ഞു വരുന്ന വഴികളിൽ, നമ്മൾ നിൽക്കുന്ന ഇടങ്ങളിൽ ഒക്കെയും ഈ കഥയും കവിതയും ഒക്കെ ഉണ്ട്. അത് കഥയാണ്, കവിതയാണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു ബോധത്തിലേക്ക് നമുക്ക് എത്താൻ സാധിച്ചാൽ മാത്രം മതി. എന്തും എഴുതാമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. തോന്നിവാസം എഴുതാന്നുള്ളതല്ല, വായിക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാനുള്ള ഒരു സ്പേസ് നമുക്ക് നൽകാനായാൽ എഴുത്തുകൾക്ക് ഭംഗിയുള്ളതായി മാറും എന്നതാണ്. ഞാൻ അവസാനിപ്പിക്കണം. വായിക്കുക എന്ന് പറഞ്ഞാൽ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഖദീജയെ പോലെ, ആയിഷയെ പോലെ, പിന്നെ അബൂക്കയെ പോലെ, ഹസനിക്കയെ പോലെയുള്ള മനുഷ്യരായി മാറാനുള്ള അവസരത്തെ സാധ്യമാക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് അതിന്റെ വർണ്ണനയല്ല, അവരുടെ സ്വഭാവമാണ് നമ്മളെ ആകർഷിക്കുന്നത്. ഖദീജയുടെ സ്വഭാവമാണ് ഖദീജ എന്ന പുസ്തകത്തെ നിങ്ങളിൽ ആകർഷണം ഉണ്ടാക്കിയത്. ആയിഷ എന്ന കഥാപാത്രമാണ് നിങ്ങളിൽ ആകർഷണം ഉണ്ടാക്കിയത്. അതുപോലെ അബൂക്ക എന്ന കഥാപാത്രമാണ് ആ പുസ്തകത്തെ നിങ്ങളിലേക്ക് ചേർത്ത് നിർത്തിയത്. ഓരോ പുസ്തകങ്ങളും ഓരോ വായനകളും നമ്മളെ നവീകരിക്കുന്നുണ്ട്. ആ നവീകരണം നിങ്ങൾക്ക് എന്ത് ചെയ്യണം, സാധ്യമാക്കാൻ പറ്റണം. യാത്ര പോലെയാണ് പുസ്തകം എന്ന് പറയും, വായന എന്ന് പറയും. നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് കാണും? പുതിയ മനുഷ്യരെ നമുക്ക് കാണാൻ പറ്റും, പുതിയ കാഴ്ചകൾ കാണാൻ പറ്റും, പുതിയ സംഘർഷങ്ങൾ കാണാൻ പറ്റും. സങ്കടപ്പെടുന്ന മനുഷ്യർ ആ യാത്രയിൽ കൂടെയുണ്ടാകും, സന്തോഷിക്കുന്ന മനുഷ്യർ ആ യാത്രയിൽ കൂടെയുണ്ടാകും. വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതുപോലെയാണ് വായന. വായിക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പുതിയ പുതിയ അനുഭവങ്ങൾ നമുക്ക് കൂടെ ചേർക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളെയും നിങ്ങൾ വായനക്കെടുക്കുക എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഫിക്ഷൻ മാത്രമല്ല, നോൺ ഫിക്ഷനുകളും നിങ്ങൾ വായനക്കെടുക്കുക. എന്താണ് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അറിയണമെങ്കിൽ ഗസയുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ, അനവധിയായ പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. മുഹമ്മദ് ദർവീഷിന്റെ കവിതകൾ നിങ്ങൾ വായിച്ചു തീർക്കുമ്പോൾ കേവലമായ ആസ്വാദനം മാത്രമല്ല നിങ്ങൾക്ക് നൽകുക, ഒരു നാടിന്റെ ചിത്രം നിങ്ങളുടെ മുന്നിൽ ആ കവിതകൾ വരച്ചിരുന്നിട്ടുണ്ട്. എന്തിനെഴുതണമെന്ന ചോദ്യത്തിന്റെ ഉത്തരം, നമ്മുടെ മുന്നിലുള്ള പ്രശ്നങ്ങൾ മറ്റൊരു സമൂഹത്തിലേക്ക് എത്തിക്കാൻ നിങ്ങൾ എടുക്കുന്ന അതിതീവ്രമായൊരു യുദ്ധത്തിന്റെ, സംഘർഷത്തിന്റെ പേരാണ് എഴുത്ത് എന്നത്. നമ്മുടെ നാട്ടിലാകെ പ്രശ്നങ്ങളും കലാപങ്ങളും കലുഷിതമായ സാഹചര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ പ്രകൃതിയെക്കുറിച്ചാണ് എഴുതുന്നതെങ്കിൽ, നമ്മൾ സ്ത്രീയുടെ വർണ്ണനയെക്കുറിച്ചാണ് നിങ്ങൾ കവിതകൾ രചിക്കുന്നതെങ്കിൽ, ആ എഴുത്തിന് എന്തില്ല, ഒരു വിലയുമില്ലാന്നതാണ്. ചുറ്റിലുമുള്ള പ്രശ്നങ്ങളെ, ചുറ്റിലുമുള്ള സംഘർഷങ്ങളെ, മനുഷ്യർ നേരിടുന്ന ദുരിതങ്ങളെ പ്രമേയമാക്കുന്ന എഴുത്തുകളാണ് കാലങ്ങളെ അതിജീവിക്കുന്ന എഴുത്തുകളായിട്ട് മാറുന്നത്.